എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരേ ഒരു വഴി അല്ലാഹുവിന്റെ റസൂൽ തുറന്നു തന്നിരിക്കുകയാ. ലോകത്തൊരുത്തനും നമ്മളെ മൂക്കി കേറ്റൂല, ലോകത്തൊരുത്തനെ കൊണ്ടും നമ്മളെ ഒന്നും തൊടാൻ പറ്റൂല. നമ്മുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ ഒരുത്തനെയും അല്ലാഹു അനുവദിക്കൂല. അത്രയും വലിയ വീര്യമുള്ള ഒരു ദിക്റാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ ഏത് പ്രതിസന്ധിയിലകപ്പെട്ടാൽ, അതാണ് ഞാൻ പറഞ്ഞത്, കടത്തിന്റെ മേലെ കടമായി നിങ്ങൾ കഴിയുകയാണോ, ദാരിദ്ര്യത്തിന്റെ കൈപ്പനീര് കുടിക്കുകയാണോ, പ്രതിസന്ധിയിലെ നടുകുഴിയിലാണോ, അതല്ല നിങ്ങൾ ഏതെല്ലാം വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾക്കൊരു സമ്മാനമായി ഞാനും ഉണർത്തി തരട്ടെ. നബി തങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് ഏത് പ്രതിസന്ധി വന്നാൽ, നിങ്ങളുടെ പൊന്നുമക്കള് തീവ്ര പരിചരണ വിഭാഗത്തിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണോ, നിങ്ങളുടെ ഭർത്താവിന് ജോലി നഷ്ടപ്പെട്ടവിടെ ജയിലിലാണോ, അതല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഏതെല്ലാം പ്രശ്നത്തില് പ്രതിസന്ധികളിൽ നിങ്ങൾ അകപ്പെട്ടു പോയാൽ, ഇത് പറയുന്നതാരാണ്? ആകാശ ലോകത്തിനും ഒരു അറിയിപ്പ് കിട്ടാതെ ചെഞ്ചുണ്ടുകളെ ചലിപ്പിക്കാത്ത അറിയിച്ചു കൊടുക്കാത്തതൊന്നും ഇന്നേ വരെ റസൂലുള്ള പറഞ്ഞിട്ടില്ല. നബി തങ്ങൾ മിണ്ടിയിട്ടില്ല, നബി തങ്ങൾ ചുണ്ട് ചലിപ്പിച്ചിട്ടില്ല. ആ പ്രവാചകന്റെ വാക്ക് അല്ലാഹുവിന്റെ വാക്ക് തന്നെയാണ്, സംശയമില്ല. അതുകൊണ്ട് എന്റെ മുസ്ലിം പെങ്ങളെ, ഏത് പ്രതിസന്ധി വന്നാലും ഏതെങ്കിലും ഒരു കള്ളമന്ത്രവാദിയുടെ മുമ്പിൽ ചെല്ലലല്ല, ഏതെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ട് പണപ്പിരിവ് നടത്തുന്ന മന്ത്രവാദിയുടെ മുമ്പിൽ പോകലല്ല. നിങ്ങൾ ചെയ്യാൻ, നിങ്ങൾക്കും എനിക്ക് റസൂലുള്ള വരച്ച് കാട്ടിയ സുതാര്യമായ, സുവ്യക്തമായ, സുസജ്ജമായ ഒരു രീതി നമുക്ക് റസൂലുള്ള കാണിച്ചു തന്നു. അത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഏത് പ്രയാസം വന്നാലും, ഏത് പ്രശ്നം അഭിമുഖീകരിച്ചാലും എന്തിനാ മക്കളെ സങ്കടപ്പെടുന്നത്? നബി തങ്ങൾ ചോദിക്കുകയാ, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്, നിങ്ങൾ എന്തിനാ പ്രയാസപ്പെടുന്നത്, നിങ്ങൾ എന്തിനാ ആശ്ചര്യത്തോടെ സങ്കീർണമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോ സങ്കടപ്പെട്ട് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇദാ വഖഅതും ഫിൽ അംരിൽ അലീമായ ഒരു വിഷയത്തിൽ നിങ്ങൾ അകപ്പെട്ടു പോയാൽ, എന്നെ ഇന്ന് കേൾക്കാൻ വേണ്ടി കുമ്മനോട് ഒരുമിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട ആണുങ്ങളോട് പെണ്ണുങ്ങളോട് പറയുകയാ, ഏതൊരു പ്രതിസന്ധി നിങ്ങൾക്ക് വന്നാൽ, ഏതൊരു വിഷമം നിങ്ങൾക്ക് വന്നാൽ, എനിക്കുമുണ്ട് വിഷമം, നിങ്ങൾക്കുമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരേ ഒരു വഴി അല്ലാഹുവിന്റെ റസൂൽ തുറന്നു തന്നിരിക്കുകയാ. ലോകത്തൊരുത്തനും നമ്മളെ മൂക്കി കേറ്റൂല, ലോകത്തൊരുത്തനെ കൊണ്ടും നമ്മളെ ഒന്നും തൊടാൻ പറ്റൂല. നമ്മുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ ഒരുത്തനെയും അല്ലാഹു അനുവദിക്കൂല. അത്രയും വലിയ വീര്യമുള്ള ഒരു ദിക്റാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ ഏത് പ്രതിസന്ധിയിലകപ്പെട്ടാൽ, അതാണ് ഞാൻ പറഞ്ഞത്, കടത്തിന്റെ മേലെ കടമായി നിങ്ങൾ കഴിയുകയാണോ, ദാരിദ്ര്യത്തിന്റെ കൈപ്പനീര് കുടിക്കുകയാണോ, പ്രതിസന്ധിയിലെ നടുകുഴിയിലാണോ, അതല്ല നിങ്ങൾ ഏതെല്ലാം വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾക്കൊരു സമ്മാനമായി ഞാനും ഉണർത്തി തരട്ടെ. നബി തങ്ങൾ പറയുകയാണ്, ഫഖൂലു ഹസ്ബുനല്ലാഹ്, നിങ്ങൾ ചൊല്ലിക്കോ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ആ ദിക്റിന്റെ അർത്ഥമെങ്ങാനും നമ്മൾ അറിയേണ്ട വിധം അറിഞ്ഞാൽ, ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ എന്ന് പറയുന്ന ദിക്റിന്റെ അർത്ഥമെങ്ങാനും അറിയേണ്ട വിധം നമ്മൾ അറിഞ്ഞാൽ, വല്ലാഹി എന്റെ പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിന്റെ ഭിത്തികൾ പൊട്ടിപ്പോകും, അതിന് സംശയമില്ല. അതറിഞ്ഞവരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണ് അഗ്നികുണ്ഡാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നെന്ന് നിങ്ങൾക്കറിയോ? കേവലം 17 വയസ്സുകാരനാ. 16 വയസ്സ് കഴിഞ്ഞ് 17ലേക്കുള്ള നടപ്പ് പ്രായത്തിലാണ് നമ്രൂദ് ഒരുക്കി അഗ്നികുണ്ഡാരത്തിലേക്ക് ഇബ്രാഹിം നബി അറിയപ്പെട്ടത്. 16 വയസ്സുകാരൻ നിങ്ങളുടെ മക്കളിലില്ലേ? നിങ്ങളുടെ മക്കളുടെ മക്കളിലില്ലേ? നിങ്ങളിൽ എത്ര 16 വയസ്സുകാരുണ്ട്? ചിന്തിച്ചു നോക്ക്. ഒരു നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ അഗ്നികുണ്ഡാരം അത് സാധാരണ തീയാണോ? ഏതെങ്കിലും ഒരു ചെറിയ തീയാണോ? അടുപ്പിൽ കൂട്ടുന്ന തീയാണോ? അല്ലെങ്കിൽ നമ്മൾ വിശാലമായി അല്പം കൂടി പറഞ്ഞാൽ ഫയർ ആൻഡ് റെസ്ക്യൂ പ്രവർത്തകർ വന്ന് അണക്കേണ്ട ഏതെങ്കിലും തീപിടുത്തമാണോ? അല്ല. ഏത് തീയാണ്? ആ കാലഘട്ടത്തിൽ വിറക് പൂജയുണ്ടായിരുന്നത്രേ. അറിയോ? ഹദീസിന്റെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നത്, ഉദാഹരണം കൊടുത്തിരിക്കാൻ, ആ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് പറയുമത്രേ, എന്റെ ഉമ്മയുടെ വയറുവേദന മാറിയാൽ ഇബ്രാഹിമിനെ കരിക്കുന്ന അഗ്നികുണ്ഡാരത്തിലേക്ക് 10 കെട്ട് വിറക് നേർച്ച. വാപ്പാന്റെ രോഗം മാറിയാൽ
ഇബ്രാഹിയെ കരിക്കുന്ന അഗ്നികുണ്ടാരത്തിലേക്ക് 2 കെട്ട് വിറക് നേർച്ച. ഇബ്രാഹിം നബി അള്ള പരീക്ഷിച്ചു. എങ്ങനെ പരീക്ഷിച്ചെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അതാ കടന്നു വരികയാ ഖാസിനുൽ മിയാഹ്, മഴയുടെയും അതുപോലെ തന്നെ മേഘത്തിന്റെയും വെള്ളത്തിന്റെയും ഉത്തരവാദിത്വമുള്ള മലക്കിനെ അല്ലാഹു അയച്ചു. ആ മലക്കതാ ഇബ്രാഹിം നബി അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുമ്പോ നിമിഷ നേരം മതിയല്ലോ, ഇബ്രാഹിം നബിയുടെ അടുത്തെത്തിയിട്ട് ചോദിച്ചു, അന ഖാസിനുൽ മിയാ അന മലക്കുൽ മിയാ, ഞാൻ വെള്ളത്തിന്റെ ഡ്യൂട്ടിയുള്ള മലക്കാട്, എന്റെ ഹെൽപ്പ് നിങ്ങൾക്ക് വേണോ? എന്റെ ആവശ്യം എന്തെങ്കിലും നിങ്ങൾക്കുണ്ടോ? വേണ്ടി വന്നാൽ അഹ്മദ് തുന്നാറ, മഴ പെയ്യിപ്പിച്ചിട്ട് ഞാൻ ഈ തീയങ്ങ് കെടുത്തി കളയട്ടെ. ആ സമയത്ത് മഹാനായ ഇബ്രാഹിം നബി പറഞ്ഞതെന്തെന്നറിയോ? വേണ്ട വേണ്ട, നിങ്ങളുടെ സഹായമൊന്നും എനിക്ക് വേണ്ട, അള്ളാഹു അയച്ചതാണെന്ന് ഇബ്രാഹിം നബിക്ക് അറിയാം. എന്നിട്ട് പോലും പറഞ്ഞു വേണ്ട വേണ്ട, എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ട. ആ മലക്ക് ലജ്ജിച്ച് നാണിച്ച് മടങ്ങി പോകുമ്പോ അതാ അല്ലാഹു രണ്ടാമതൊരു മലക്കിനെ വിടുകയാ. ഖാസിനുരിയാ, കാറ്റിന്റെ ജോലിയുള്ള, കാറ്റിന്റെ ഉത്തരവാദിത്വമുള്ള മലക്കിനെ വിടുകയാ. ആ മലക്ക് വന്നിട്ട് പറഞ്ഞു, ഞാനാണ് ആന ഖാസിനുരിയാഹ് അന മലക്കുരിയാ, ഞാനാണ് കാറ്റിന്റെ ഉത്തരവാദിത്വമുള്ള മലക്ക്. വേണ്ടി വന്നാൽ ത്വയ്യർതു ഫിൽ ഹവാ, ഈ തീയെ ഞാൻ ഇവിടെ അങ്ങ് മാറ്റി കളയട്ടെ, കാറ്റടിച്ചിട്ട് ഞാൻ അങ്ങ് മാറ്റി കളയട്ടെ. ആ സമയത്തും ഇബ്രാഹിം നബി പറഞ്ഞു വേണ്ട വേണ്ട, പിന്നെ നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നതെന്നും മലക്കുകൾ ചോദിച്ചപ്പോൾ ആ സമയത്താണ് ഇബ്രാഹിം നബി പറഞ്ഞത്, ലാ ഹാജത ലീ ഇലൈക്കും, എനിക്ക് നിങ്ങളെ ഒരാവശ്യവും ഇവിടെയില്ല, എനിക്ക് നിങ്ങളെ ഒരു ആവശ്യവും ഇവിടെയില്ല. ഇതേത് പ്രതിസന്ധിയുടെ കഥയാണ് ചെറുപ്പക്കാരാ പറയുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വലിച്ചെറിഞ്ഞ തീയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ. അത് പറവ പറന്നു പോകുന്നത് നമ്മുടെ വാക്കിന്റെ പൊലിമയ്ക്ക് പറയുന്നതാ, മാത്രമല്ല ചരിത്രത്തിന്റെ ഭാഗമാണ്. അതല്ലെങ്കിൽ അതിനകത്ത് വീണു പോകുന്ന സമയത്ത് അതിന്റെ വിറക് പൂജ നടത്തിയെന്ന് പറയുന്നത് തഫ്സീറിന്റെയും ചരിത്രങ്ങളുടെയും ഭാഗമാണ്. പക്ഷെ നിങ്ങൾക്കറിയോ ഖുർആൻ എന്താ തീയെപ്പറ്റി പറഞ്ഞതെന്ന്? ആ തീയെപ്പറ്റി ഖുർആനിന്റെ ഭാഷ ഏതെന്നറിയോ? അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല എങ്ങനെയാ രക്ഷപ്പെടുത്തേണ്ടത് നിങ്ങൾക്കറിയുമല്ലോ. ആ തീയെപ്പറ്റി അല്ലാഹ് പറഞ്ഞ വാക്കെന്തെന്നറിയോ? എന്റെ സഹോദരങ്ങളെ, സൂറത്ത് സാഫാത്ത് എടുത്ത് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. ഖുർആനുമായി ബന്ധമുള്ളവരാണല്ലോ നിങ്ങൾ. വിശുദ്ധമായ ഖുർആൻ സൂറത്ത് സാഫാത്തിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം നബിയെ കരിച്ച തീ ഏത് തീയാണെന്ന്. അല്ലാഹുവിന്റെ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്, ഖാലുബ്നു ലഹു ബുനിയാനാ ഫഅൽഖൂഹു ഫിൽ ജഹീം. ഏത് തീയാണെന്നറിയോ? ഇബ്രാഹിം നബിയെ കരിക്കാൻ വേണ്ടി തയ്യാർ ചെയ്ത തീയുടെ പേര് പഠിച്ചു വെച്ചോ. അതാണ് ഞാൻ, എനിക്കൊരു പുതിയ അറിവാണ്, നിങ്ങൾക്കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞത്. ജഹീം എന്ന് പറഞ്ഞാ നിങ്ങൾക്കറിയോ? ജഹീം നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? ജഹീം എന്ന് പറയുന്ന നരകത്തിന്റെ തീയുടെ പേരാണ്. സുബ്ഹാനല്ലാഹ്, നരകത്തിന്റെ തീയെപ്പറ്റി അല്ലാഹു ഭൂമിയിൽ ദുനിയാവിലെ ഏതെങ്കിലും ഒരു തീക്ക് വേണ്ടി അല്ലാഹു പേര് കടമെടുത്തിട്ടുണ്ടെങ്കിൽ നരകത്തിന്റെ തീയുടെ പേര് ജഹീം എന്നാണ്. ആ നരകത്തിന്റെ പേര് ജഹീം എന്നാണ്. ആ നരകത്തിന്റെ പേരും നരകത്തിന്റെ തീയുടെ പേരും അല്ലാഹു ദുനിയാവിലെ ഏതെങ്കിലും ഒരു തീക്കോ ഏതെങ്കിലും ഒരു ചൂടിനോ അല്ലാഹു കടമെടുത്തിട്ടുണ്ടെങ്കിൽ ആ കടമെടുക്കപ്പെട്ട വ്യക്തി ആരാ? മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയെ കരിക്കാൻ വേണ്ടി തയ്യാർ ചെയ്ത തീയുടെ പേര് ജഹീം എന്നാണ്. ആ ജഹീം എന്ന് പറയുന്ന നരകത്തിന്റെ തീയാണ്. പക്ഷെ അല്ലാഹു ഇബ്രാഹിം നബിയെ കരിക്കുന്ന തീക്ക് കൊടുത്ത പേരും ജഹീം എന്നാ. അപ്പൊ മനസ്സിലായില്ലേ, ദുനിയാവിലെ ചൂട് പോലെയല്ല എന്ന്. നരകത്തിന്റെ സമാനമായ ചൂട് അല്ലാഹു ദുനിയാവിൽ കൊണ്ടുവന്നു. എന്നിട്ട് സഹായിക്കാൻ മാലാഖമാരെ വിട്ടു. അപ്പോഴെല്ലാം ഇബ്രാഹിം നബിയുടെ മറുപടി എന്താണ്? എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല, ആവശ്യമില്ല. ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബിയെ പറഞ്ഞതെന്താണ്? ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. ആ
ആ ഒരു വാക്ക് ഞാൻ പറഞ്ഞു, ആ ഒരു വാക്ക് ഞാൻ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം 7 ദിവസത്തോളം അഗ്നികുണ്ഡാരത്തിൽ കിടക്കുമ്പോൾ അള്ളാഹു നേരം പോക്കിന് മറ്റൊരു ഇബ്രാഹിമിനെ പോലുള്ള ഒരാളെ അയച്ചു കൊടുത്തിട്ട് അള്ളാഹു സഹായിച്ചില്ലേ, അള്ളാഹു രക്ഷപ്പെടുത്തിയില്ലേ? എങ്ങനെ അല്ല രക്ഷപ്പെടുത്തിയെന്നാണ്. ഈ ലോകത്തെ തീക്കൊരു പ്രത്യേകതയുണ്ട്, ഈ ലോകത്തെ വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്, ഈ ലോകത്തെ കാറ്റിനൊരു പ്രത്യേകതയുണ്ട്. കാറ്റ് തീയുടെ കോലം കാണിക്കൂല, അതുപോലെ വെള്ളം തീയിന്റെ കോലം കാണിക്കൂല. ആരെങ്കിലും വെള്ളം വീണ് വെന്തു മരിച്ചെന്ന് പറയോ? ഇല്ല. ആ വെള്ളത്തിന് ചൂടുണ്ടായാൽ ചൂടുവെള്ളമായ പറയുന്നത്, അല്ലാതെ ഒരിക്കലും തീയിൽ വീണിട്ട് തണുത്തു മരിച്ചെന്ന് പറയൂല. അതുപോലെ വെള്ളത്തിൽ വീണിട്ട് കരിഞ്ഞു മരിച്ചോ എന്ന് പറയൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാറ്റിനും ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ഇവിടെ അള്ളാഹു തീയിന്റെ സ്വഭാവത്തെ അങ്ങെടുത്ത് കളയുകയാണ്. അള്ളാഹു തീയിനോട് പറഞ്ഞതെന്തെന്നറിയോ? മലക്കിനോടല്ല അല്ല പറഞ്ഞത്, മലക്കെ സഹായിക്കാ. അല്ല ഡയറക്റ്റ് ആയിട്ട് ഇടപെടുകയാ, അള്ളാഹു നേരിട്ട് ഇടപെടുകയാണ്. കാരണം എന്താ? ഇബ്രാഹിം നബി നേരിട്ട് പടച്ചവനെ ഏൽപ്പിച്ചു, അല്ലാതെ മലക്കുകളെ ഏൽപ്പിച്ചില്ല, സംരക്ഷകരെ വെച്ചില്ല. ഇബ്രാഹിം നബി നേരിട്ട് പടച്ചവനോട് കാര്യം പറഞ്ഞപ്പോ അല്ല നേരിട്ട് വിഷയത്തിൽ ഇടപെടുകയാണ്. ഇത് നമുക്ക് വലിയൊരു മാതൃകയാ. അതാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അത് നേരിട്ടുള്ള പ്രഖ്യാപനമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ല തീയോട് പറഞ്ഞതെന്താണ്? ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം. സൂറത്തുൽ അംബിയായിൽ അല്ലാഹ് പറയുകയാണ്, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം. എന്റെ ഇബ്രാഹിമിന് നീ തണുപ്പും രക്ഷയുമുള്ളതാകണേ തീയേ. അള്ളാഹു തീയിന്റെ സ്വഭാവം നേരെ വിരുദ്ധമാക്കി കൊടുത്തു. ആ തീ അല്ല തണുപ്പാക്കി കൊടുത്തെന്ന് മാത്രമല്ല, ആ തണുപ്പ് വല്ലാതെ കോച്ച് പോകുന്ന തണുപ്പല്ല, വസലാമാ, അഥവാ എയർ കണ്ടീഷനാക്കി കൊടുത്തു.